ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോപ്പ് നിർമ്മാണത്തെക്കുറിച്ചാണ്. 7ാം ക്ലാസ്സിലെ സയൻസ് യൂണിറ്റ് 2 ആസിഡുകളും ബേസുകളും എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 4 വീഡിയോ ആണിത്. ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള വീഡിയോകളൊക്കെ എല്ലാവരും പോയി കാണണേ. അതിൽ പരീക്ഷണങ്ങളും പരീക്ഷണ കുറിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. പരീക്ഷണങ്ങളൊക്കെ നന്നായി ചെയ്തു വിട്ടിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. മലയാളം മീഡിയത്തിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും നോട്ട്സും ആക്ടിവിറ്റീസൊക്കെ ഓരോ ക്ലാസ്സിനനുസരിച്ച് നൽകിയിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ നോട്ട്സും ആക്ടിവിറ്റീസും അടുത്ത വീഡിയോയിൽ നൽകാം. മക്കളെ, ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം നമ്മുടെ ചാനലിൽ LSS USS പഠന ക്ലാസ്സുകളൊക്കെ നൽകുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് സോപ്പ് നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. കാസ്റ്റിക് സോഡ, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്, എണ്ണ, വെള്ളം, സോഡിയം സിലിക്കേറ്റ്, സ്റ്റോൺ പൗഡർ, കളർ, പെർഫ്യൂം. ഇവിടെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡാണ് എടുത്തിട്ടുള്ളത്. അത് അലക്ക് സോപ്പ് ഉണ്ടാക്കാനാണ്. ഇനി കുളി സോപ്പ് ഉണ്ടാക്കാനാണെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ളത്. ഞാൻ എണ്ണയായി ഉപയോഗിച്ചിട്ടുള്ളത് വേസ്റ്റ് എണ്ണ. വേസ്റ്റ് എണ്ണ മീൻസ് നമ്മൾ വീണ്ടും വീണ്ടും പൊരിച്ചെടുത്ത് എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്ത എണ്ണയാണ്. അതായത് ചിക്കൻ പൊരിച്ച എണ്ണക്കടികൾ ഉണ്ടാക്കിയതിന് ബാക്കി എണ്ണയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. കുളിസോപ്പ് ഉണ്ടാക്കാൻ നല്ല വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇനി സോപ്പ് നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ ഈ ചിത്രത്തിൽ കാണുന്നവയൊക്കെയാണ് നമുക്ക് സോപ്പ് നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ. നിറം, പെർഫ്യൂം, ലായനി, പൗഡർ ഇവയൊക്കെ. ഇത് സ്റ്റോൺ പൗഡറാണ്. ഇത് സോഡിയം സിലിക്കേറ്റ്. ഇതാണ് കാസ്റ്റിക് സോഡ, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്. കണ്ടോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് കാസ്റ്റിക് സോഡ ലയിപ്പിക്കണം. നമ്മൾ വാങ്ങുന്ന കിറ്റിൽ, സോപ്പ് നിർമ്മാണ കിറ്റിൽ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ അതിലുണ്ടാവും. എങ്ങനെയാണ് ഉണ്ടാക്കുന്ന രീതികളൊക്കെ അതിൽ നോക്കി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കിറ്റാണ് വാങ്ങിയിട്ടുള്ളത്. 750 മില്ലി വെള്ളം ഞാനൊരു പരന്ന സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഈ വെള്ളത്തിലേക്ക്, അളന്നെടുത്ത ഈ വെള്ളത്തിലേക്ക് കാസ്റ്റിക് സോഡ ലയിപ്പിക്കുകയാണ്. നിങ്ങൾ ഒന്നിച്ച് പാത്രത്തിലേക്ക് ഇടരുത്, കുറേശ്ശായിട്ട് ഇട്ട് ഇളക്കണം. ഇതിപ്പോൾ പാൽ നിറമായി വന്നില്ലേ? ഇനി കുറച്ച് കഴിഞ്ഞാൽ നിറത്തിന് തെളിഞ്ഞു വരും. കണ്ടോ തെളിഞ്ഞു വരുന്നത്? ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള പാത്രം എന്ന് പറയുന്നത് അടി കട്ടിയുള്ളൊരു ഇഡ്ഡലിച്ചെമ്പാണ്. നന്നായിട്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിന് ഹോള് വരാൻ സാധ്യത ഉണ്ട്. കാസ്റ്റിക് സോഡ വെള്ളവുമായി പ്രവർത്തിക്കുമ്പോൾ നല്ല ചൂട് അനുഭവപ്പെടും. നല്ല ചൂടുണ്ട് കേട്ടോ പാത്രത്തിനൊക്കെ. തൊട്ട് നോക്കിയാൽ കാസ്റ്റിക് സോഡ വെള്ളവുമായി ലയിക്കുമ്പോൾ വലിയ അളവിൽ താപം പുറത്തുവിടുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കണ്ടോ, കാസ്റ്റിക് സോഡ ലായനി കുറച്ച് സമയത്തിന് ശേഷം നിറം മാറി തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് തെളിഞ്ഞ് പച്ചവെള്ളം പോലെ ആയിട്ടുണ്ട് അല്ലേ? രാത്രി ലായനി ഉണ്ടാക്കിയതിന് ശേഷം രാവിലെയാണ് കേട്ടോ ഞങ്ങൾ സോപ്പൊക്കെ നിർമ്മിക്കുന്നത്. ഇവിടെ ചിക്കൻ പൊരിച്ച എണ്ണയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ സാധാരണ സോപ്പ് ഉണ്ടാക്കാറുണ്ട്. ഇത് ചിക്കൻ പൊരിച്ച എണ്ണൻ്റെ ബാക്കിയാണ്. അതിലേക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കാസ്റ്റിക് സോഡ ലായനി ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. ചിക്കൻ പൊരിച്ച എണ്ണ ആയതുകൊണ്ട് അല്ലേ, കാസ്റ്റിക് സോഡക്ക് ഒഴിച്ചപ്പോൾ മഞ്ഞ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്റ്റോൺ പൗഡർ ആഡ് ചെയ്യണം. കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ച് ഇളക്കണം. ഇങ്ങനെ അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇളക്കി കൊടുക്കണം. ഓരോ കുറേശ്ശെ ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇത് 20 മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. 20 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതിലേക്ക് കളർ ചേർക്കണം. ഒരു സാസറിൽ കളർ എടുത്തിട്ട് കുറച്ച് എണ്ണയിൽ ചൂടാക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഈ കിറ്റിൽ ചുവപ്പ് കളറായിട്ട് ഉണ്ടായിരുന്നത്. ഇനി കളറ് മിശ്രിതത്തിൽ നന്നായിട്ട് ലയിപ്പിക്കുക, നന്നായിട്ട് ഇളക്കി ചേർക്കുക. അടുത്തത് എന്താണ് നമുക്ക് ഒഴിക്കാനുള്ളത്? സിലിക്കേറ്റ്, സോഡിയം സിലിക്കേറ്റാണ്. ഈ സോഡിയം സിലിക്കേറ്റ് ഒഴിച്ചു. അതിന് ശേഷം 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ മിശ്രിതത്തോട് സോഡിയം സിലിക്കേറ്റ് നന്നായിട്ട് ഇളക്കി ചേർക്കണം. ഒരു കിറ്റിൽ ഇത്ര നിറമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ചിക്കൻ പൊരിച്ച എണ്ണ ആയതുകൊണ്ട് മാത്രമാണ് ഇതിൽ മഞ്ഞ കലർന്ന ഒരു ചുവപ്പ് നിറമായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് സുഗന്ധം, പെർഫ്യൂം ഒഴിക്കുകയാണ്. നമ്മൾ വേസ്റ്റ് എണ്ണ കേട്ടോ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മീൻ പൊരിച്ച എണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കി, പൊരിച്ച കടികളൊക്കെ ഉണ്ടാക്കി വീണ്ടും ചൂടാക്കാൻ പറ്റാത്ത എണ്ണകളൊക്കെ ഇവിടെ ഉപയോഗിക്കാം കേട്ടോ. നല്ല വെളിച്ചെണ്ണമായ സോപ്പ്, നമ്മൾ പുളിസോപ്പൊക്കെ ഉണ്ടാക്കാനൊക്കെ
വെളിച്ചെണ്ണയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് അലക്ക് സോപ്പ് ഉണ്ടാക്കാനാണ്. വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത എണ്ണ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അച്ചിന് പകരം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഡിഷാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഉൾഭാഗം നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ചെയ്താൽ സോപ്പ് അച്ചിൽ നിന്നും പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ സഹായിക്കും. ഇനി നമ്മുടെ മിശ്രിതം അച്ചിലേക്ക് ഒഴിക്കുകയാണ്. ഈ പരുവത്തിലാവുമ്പോഴാണ് കേട്ടോ അച്ചിലേക്ക് ഒഴിക്കേണ്ടത്. മിശ്രിതം ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് ചേർക്കുമ്പോൾ തുടരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് ശേഷമാണ് ഇങ്ങനെ കുറുകി വരിക. ഇത് അച്ചിലേക്ക് ഒഴിക്കുമ്പോൾ കയ്യുമൊക്കെ ആവണം ശ്രദ്ധിക്കണം. നമുക്ക് മുൻകരുതലായിട്ട് കയ്യുറൊക്കെ ഉപയോഗിക്കുക തുടച്ചെടുക്കാനൊക്കെ കേട്ടോ. അല്ലാതെ നിങ്ങൾ തുടച്ചെടുക്കൊന്നും ചെയ്യരുത്. ഞാനിതായി ചട്ടക ഉപയോഗിച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് മിനുസപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഉറച്ച ശേഷം അച്ചിൽ നിന്ന് മാറ്റിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുത്ത് വെക്കാം. ഇതാ കണ്ടോ മക്കളെ, നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2 ആഴ്ച കഴിഞ്ഞ ശേഷം ഉപയോഗിക്കാം. ഇനി ഇതൊരു കവറിലേക്കൊക്കെ എടുത്ത് വെക്കാം. 2 ആഴ്ചക്ക് ശേഷം കട്ടിയും ഉറപ്പൊക്കെ വരും. അപ്പോൾ നമുക്ക് സോപ്പായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികളെ, സോപ്പ് നിർമ്മാണ രീതി മനസ്സിലായില്ലേ? ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പാഠഭാഗം കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഇനി ഇതാണ് നമ്മുടെ പാഠഭാഗത്തിലെ സോപ്പ് നിർമ്മിക്കുക എന്ന ഭാഗം. ഇതും കൂടെ പഠിക്കണം. മക്കളെ, നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും 5, 7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദിയൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണേ.